ഭാരതത്തിൽ ക്രൈസ്തവ പീഡനങ്ങൾ വളർന്നു വരുന്നു, കൂടുതലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്, യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനേകം സ്ഥലങ്ങളിൽ ക്രൈസ്തവർ പല രീതിയിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഏറെ ദുഃഖകരമാണ്. ഇന്ത്യയിൽ മാത്രമല്ല ക്രൈസ്തവ പീഡനം, മറ്റു പല രാജ്യങ്ങളിലും ക്രൈസ്തവ പീഡനമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ഇത്രയും സഹിഷ്ണുതയുള്ള ഒരു രാജ്യം ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലോ സഹസ്രാബ്ദങ്ങളിലൊക്കെ എല്ലാവരെയും അംഗീകരിച്ച് വലിയ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞ ഒരു രാജ്യം ഇത്രയും പുരോഗമനം നേടിയിട്ടും, വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും ഇത്രയും പുരോഗമനം നേടിയിട്ടും മതപരമായ ഒരു വിവേചനവും മതപരമായ പീഡനവും ചിലയിടങ്ങളിലെങ്കിലും തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. മുഖ്യധാര ദേശീയ പാർട്ടികളെല്ലാം അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് അവരുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള ചില ഗ്രൂപ്പുകളാണ്, തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളാണ് ഇങ്ങനെയുള്ള പീഡനം നടത്തുന്നത് എന്നാണ്. അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ അപലപിക്കാനായിട്ട് സാധിക്കണം. അവരുടെ നേതാക്കൾ ഉച്ചസ്വരത്തിൽ അതിനെ അപലപിക്കണം. നിരന്തരമായിട്ട് ഒരു നിലപാട് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് താഴെ തട്ടിലുള്ള അണികളിലേക്ക് അത് വരും. ഇനി ഇങ്ങനെ പീഡനം നടത്തിയതുകൊണ്ട് ക്രൈസ്തവർ ഭയപ്പെട്ടു പോകുമെന്നാണ് ചിന്തയെങ്കിൽ അത് വലിയ മൗഢ്യമാണ്. കാരണം നമുക്കറിയാം, കണ്ടമാലിൽ വലിയ പീഡനം നടന്ന സ്ഥലത്ത് അനേകം ക്രൈസ്തവരുണ്ട്. അപ്പോൾ ക്രൈസ്തവർ പീഡനങ്ങളുള്ളിടത്ത് തഴച്ചു വളരുക മാത്രമേ ഉള്ളൂ. അവരൊരിക്കലും ഭയപ്പെട്ടു പോകത്തില്ല. ക്രൈസ്തവർക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം വിളിച്ചു പറയാതിരിക്കാനായിട്ടാവില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഈശോ മിശിഹ നമുക്ക് തന്ന ഒരു കൽപ്പനയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി സുവിശേഷം പറയുമെന്നുള്ളത്. അത് പറയാതിരിക്കാനായിട്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളത് ധീരതയോടെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എത്രമാത്രം പീഡനങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തിയാലും ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ആ ഒരു ധൈര്യം ഉള്ളിലുള്ള ക്രൈസ്തവ സഹോദരങ്ങളുള്ളിടത്തോളം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഒന്നും തന്നെ ഫലവത്താകുന്നില്ല. പിന്നെ ചില വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാനോ ചിലരെ ഭയപ്പെടുത്താനോ ഒക്കെ ഇത് താൽക്കാലികമായിട്ട് ഉപകരിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് ദീർഘകാലത്തേക്ക് വലിയ നന്മകൾ ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, ക്രൈസ്തവർ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെയുണ്ട്. എന്നിട്ടും 2.3% ഉള്ളൂ. 2.7 ഉണ്ടായിരുന്ന 2.3 കണക്കുകൾ സൂചിപ്പിക്കുന്നത് ക്രൈസ്തവരുടെ ജനസംഖ്യ കുറയുന്നു എന്നാണ്. കേരളത്തിലാണെങ്കിലും അതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ശല്യപ്പെടുത്താതെ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനൊരു സമൂഹത്തെ തളർത്തിയിട്ട് ആരും ഒന്നും നേടുന്നില്ല എന്നുള്ളത് ശരിയായ രീതിയിൽ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നിർബന്ധിച്ച് ആരെയും മതപരിവർത്തനം നടത്താൻ സാധിക്കില്ല. നിർബന്ധിച്ചാലൊന്നും ആരും മതം പരിവർത്തനം നടത്തില്ല. പീഡിപ്പിച്ചാൽ ഒരുപക്ഷെ ബാഹ്യമായിട്ട് ഒരു മതത്തിൽ ചേരാൻ കുറച്ച് പേര് തയ്യാറായേക്കാം. പീഡനങ്ങൾ കുറ്റകൃത്യമാണ്. ഒരു രാജ്യത്ത്, നിയമവാഴ്ചയുള്ള രാജ്യത്ത് പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കുറ്റകൃത്യമാണ്. അതേസമയം മതം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം തരുന്ന ഒരു ഭരണഘടനയുള്ള ഈ രാജ്യത്ത് സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതോ ബൈബിള് വിതരണം ചെയ്തു എന്നുള്ളതോ എങ്ങനെയാണ് ഒരു വലിയ തിന്മയായിട്ട് മാറുക? നാനാജാതി മതസ്ഥരുടെ കൈകളിൽ ബൈബിളുണ്ട്. എൻ്റെ കയ്യിൽ ഭഗവത്ഗീതയുണ്ട്, ഖുറാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസം സ്വീകരിക്കുമോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അങ്ങനെ ഒരു സംഭവമാണിതെന്ന്. ഇത് ഒരു വ്യക്തി സ്വകാര്യമായി അവൻ്റെ ദൈവത്തോട് അവൻ സ്ഥാപിക്കുന്ന ഒരു ബന്ധമാണ്.